മായ, ഞാൻ ചെയ്തതും പറഞ്ഞതൊക്കെ തെറ്റാണ്. എന്നോട് ക്ഷമിക്കണം. ഇതെന്താ മോഹന, നിനക്ക് പെട്ടെന്നൊരു മാറ്റം? ഇത് പെട്ടെന്ന് തോന്നിയൊന്നുമല്ല. മായ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടും ഞാൻ പറയാൻ വേണ്ടിയിരുന്ന. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ചോദിച്ചു കേട്ടില്ലേ? നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മായ സത്യങ്ങളെല്ലാം ആവണിയോട് പറയണം. വേറെ? മായ പ്ലീസ്. കിഷോറേട്ടനും അർജുനും കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ആവണിയുടെ ജോലി കളഞ്ഞെന്ന് തന്നെയാണ് ആവണി ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ആവണി ഇപ്പോഴും എൻ്റെ അടുത്ത് നകന്ന് നിൽക്കുന്നത്. സത്യമായ ആവണിയുടെ അടുത്ത് പറയണം. എന്നാലും ആവണി എന്നോട് ക്ഷമിക്കൂ. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊന്നും പറയാനില്ല. കിഷോറേട്ടാ, ഞാൻ മായനോട് ഒന്നും കൂടെ ഒന്ന് സംസാരിക്കട്ടെ. ഇപ്പൊ വേണ്ട മോന, മൂഡ് ശരിയല്ല. സമയമാകുമ്പോൾ നമുക്ക് പറയാം. കുറച്ച് കഴിയട്ടെ. മോഹൻ ടെൻഷൻ ആകാതിരിക്കേ, ഞാനുണ്ട് കൂടെ. ശരി കിഷോറേട്ടാ. പപ്പ പണിയായോ? പണിയായെന്നാ തോന്നുന്നു. സംസാരം കേട്ടിട്ട് എന്തോ തീരുമാനിച്ചിട്ടുള്ള വരവാ. പപ്പ എൻ്റെ കാര്യം? ഡേയ്, ആദ്യം ഇതൊന്നും ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് നിന്റെ കാര്യം. നീ വന്നേ, വരെ. മായ തിരിച്ചു വന്ന ഉടനെ ആവണിയോട് എല്ലാ സത്യങ്ങളും പറയാമെന്ന് പറഞ്ഞാണല്ലോ. പറയുന്നില്ലേ? ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ഞാനൊന്നും പറയുന്നില്ലെന്ന്? അതല്ല, ഇപ്പോ മോഹൻ മായയോട് ചോദിച്ചുവല്ലോ. അയാള് നല്ല വിഷമത്തിലാണേ. അല്ല കിഷോർ, ആവണി മോഹനും തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല? ഏയ്, വേറെന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. മായ സത്യം പറഞ്ഞ ആവണി എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല. കിഷോർ, ഞാൻ ആവണിയുടെ എല്ലാ സത്യവും പറയാൻ തന്നെയാണ് വന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അവൾ എല്ലാ സത്യവും അറിയണം. അന്ന് ആ ഒരു ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ഇപ്പൊ അതിന്റെ തെറ്റ് തിരുത്താനുള്ള സമയമായി. ആവണി എന്ത് പ്രതികരിക്കാനാ? ചിലപ്പോ ഒന്ന് ദേഷ്യപ്പെടും. അത് സാരില്ല. നഷ്ടപ്പെട്ട ജോലി ഞാൻ തന്നെ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ പിന്നെ അവള് ഹാപ്പി ആകൂലേ? അത് മതി, ധാരാളമാണ്. ആ, നാളെ തന്നെ ആവണിയുടെ സത്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും. അപ്പൊ പിന്നെ പ്രശ്നങ്ങളെല്ലാം കഴിയുമല്ലോ. പിന്നെ വന്ന കാര്യമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നാളെ തന്നെ തിരിച്ചു. പിന്നെ മോഹനും ആവണിയും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്തു പറയുന്നു? അതുപോരെ? മതിയല്ലോ, സൂപ്പർ, അടിപൊളി. പിന്നൊരു കാര്യം കിഷോർ, ഇതൊന്നും ഓടി ചെന്ന് മോഹനോട് പറയാൻ നിൽക്കണ്ട. അല്ല, ഞാൻ പറയുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ശരി. എന്തൊരു മാറ്റോടെ നിന്റെ മമ്മിക്ക്. പാവായി, സൂപ്പറായി, അടിപൊളി. എന്തോന്ന് അടിപൊളി? പപ്പ മമ്മി പറഞ്ഞു കേട്ടില്ലേ, എല്ലാം ശരിയാക്കിയിട്ട് പോവാൻ പോവാന്ന്. പിന്നെ അതല്ലേ കറക്റ്റ്, ഓണല്ലേ പപ്പ. അപ്പൊ എന്തിനും തിരുവഴിയുടെ കാര്യോ? ഓ ഏ മോനെ, ആവണിയോട് മായ പോയി സത്യം പറയുമ്പോ എന്താവും? മായ ആവണിയോട് ക്ഷമിച്ചു എന്നുള്ളതായി അല്ലേ? ആവണിക്ക് ജോലി തിരിച്ചു കിട്ടുമ്പോ ആവണി മായയോട് ക്ഷമിക്കും. ഈ രണ്ട് ക്ഷമാപണം കൂടി ആവുമ്പോ ഈ ഗ്യാപ്പിൽ കയറിയിട്ട് നമ്മൾ നിന്റെ കാര്യം അവതരിപ്പിക്കും. അപ്പോ മായയ്ക്ക് നോ പറയാൻ പറ്റില്ല. ത്രിവേണിക്ക് സങ്കടാവോ എന്ന് വിചാരിച്ചിട്ട് ആവണി നോ പറയില്ല. അപ്പൊ രണ്ട് ഫാമിലീസും കൂടി ചേർന്ന് നിങ്ങളുടെ മാരേജ് ഓക്കെ ആവും, മാരേജ് നടക്കും. വരെ അത് മതി.
ആ അത് മതി പപ്പ. ഉം. പക്ഷെ എന്തു പക്ഷെ ഇതൊക്കെ വർക്കൗട്ട് ആവോ? ആവൂടെ. പോസിറ്റീവ്, ബി പോസിറ്റീവ്. ചിൽ മാൻ.